രണ്ട് ഉരുള പോലും കഴിച്ചില്ല. അപ്പോഴേക്കും മതി എന്ന് പറഞ്ഞ എങ്ങനെയാടാ? കഴിക്കും. അമ്മ കഴിച്ചോ? ഇല്ല. ദേവയാനി, നീ കഴിച്ചില്ലേ? അമ്മേ, ദേവയാനി കഴിച്ചില്ലേ? എവിടെ മോനെ? വിളിച്ചപ്പോ വിശക്കുന്നില്ല, പിന്നെ കഴിച്ചോളാന്ന്. ദേവയാനി, എന്താ ഗോവിന്ദ? എന്താ സാർ? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ നിന്ന് ടെൻഷൻ ആയിരിക്കുന്നേ? അറിയില്ല സാർ. നിനക്ക് എന്താണ് അറിയാ? തോളത്തൊരു ബാഗ് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കും പോട്ടാൻ. സാർ, ഓഫീസ് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ മാനേജർക്ക് അറിയാൻ പറ്റും. പക്ഷെ മനസ്സിലുള്ളത് ചോദിച്ചാ ഞാനെന്താ വെറ്റിലെ മഷി പറ്റി നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഇമ്പോസിബിൾ സാർ. ഞാനെന്താ ജോത്സ്യന് പറ്റുവാണോ? നിന്നോടൊക്കെ ചോദിച്ച എന്നെ വേണം പറയാൻ. ദേവയാനി സാർ, ടിഫിൻ റെഡിയാണ്. മേഡം ഇപ്പൊ കഴിക്കൂല്ലോ എന്നുള്ള കാര്യം അറിയില്ല. എന്നാ പിന്നെ ഞാൻ പോയി കഴിച്ചോ? അതെങ്കിലും മര്യാദയ്ക്ക് ചെയ്യ്. ചെല്ല്. ഇങ്ങനെ ഓരോന്നുണ്ടല്ലോ. ദേവയാനി, നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വൈകുന്നേരം മുതൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നിന്റെ പ്രശ്നം? എന്തായാലും പറ. അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ വരില്ല, ഒന്നും തുറന്ന് പറയുന്നുമില്ല. എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയുന്നുമില്ല. നിനക്ക് എന്താ പറ്റിയെന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. വൈകുന്നേരം നോക്കിയപ്പോ വിക്രമനായിരുന്നു കുഴപ്പം. ഇപ്പതേ നീയും ടെൻഷൻ അടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. എന്താന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടുകയില്ല. പക്ഷെ രണ്ടാൾക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പറ്റുമെങ്കിൽ ഒന്ന് വായ തുറന്ന് പറ. ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെയും പിന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്തു പറയാനാ? ഇപ്പൊ എനിക്ക് വിശപ്പില്ല. തലവേദന കൊണ്ട് കുറച്ചു നേരം ഇവിടെ ഇരുന്നതാ. അതൊരു പ്രശ്നമാണോ? എന്താ ഏതാന്ന് എപ്പോഴിങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന തലവേദന കൂടുകയുള്ളൂ. മോളെ ദേവയാനി, തലവേദനയുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ കഴിച്ചിട്ട് മരുന്നും കഴിച്ച് റെസ്റ്റ് എടുത്തൂടെ? തലവേദന കൂടുതലാണെങ്കിൽ പറ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരുന്ന തലവേദനയൊക്കെ തന്നെ മാറിക്കോളൂ. ശരി, വിട്ടേക്ക് രാമേന്ദ്ര. ഒന്നുമില്ലെന്നല്ലേ അവള് പറയുന്നത്. നീ കൈ കഴുകി വന്നതല്ലേ, പോയി കഴിക്ക്. വേണ്ട അമ്മേ, ഇവള് കഴിക്കുമ്പോഴേ ഞാനും കഴിക്കുന്നുള്ളൂ. മനുഷ്യൻ കണ്ടുപിടിച്ചതില് ഏറ്റവും നല്ല രണ്ട് കാര്യം. ഒന്ന് ഇഡ്ഡലി, വേറൊന്ന് ചട്നി. ഇറങ്ങി പോകുന്നതേ അറിയുന്നില്ല. അതുപോലെ തന്നെ എന്റെ അച്ഛമ്മ കണ്ടുപിടിച്ചതില് രണ്ട് ചീത്തക്കാരിയാ. അതെന്താന്ന് പറ. അതെന്താ മോനെ? ഒന്ന് നിങ്ങള്, ഇനി വേറെ അതും നിങ്ങള് തന്നെ. അവന്റെ ഒരു കണ്ടുപിടുത്തം. അങ്ങനൊന്നും പറയരുത്. ഇത് കഴിക്ക്. രണ്ട് ഇഡ്ഡലി എടുത്തു വെച്ച് അവന്റെ വായ അടക്കി സാറേ. അച്ഛ മതി അച്ഛ, ഒരുപാട് കഴിച്ച ഉറക്കം വരും അച്ഛ. അപ്പൊ രാത്രിയിൽ ഉറങ്ങാതെ വേറെ എന്ത് ചെയ്യാനാ നീ പോകുന്നേ? ഇല്ല അച്ഛ, എനിക്ക് പഠിക്കണം. വെള്ളം എടുത്ത് കുടിക്കേ, ചുമച്ചോണ്ടിരിക്കാതെ. കവിൻ മോനെ, ഇതുപോലെ ഞെട്ടിക്കുന്ന വാർത്തകളൊന്നും എന്റെ മോൻ പറയല്ലേ. കണ്ടില്ലേ, എനിക്കിതുപോലെ കേൾക്കുമ്പോ. കവിനെ, അതിനിപ്പോ എന്താ? നാളെ എക്സാം ഒന്നും ഇല്ലല്ലോ. രാത്രി ഉറങ്ങാതെ പഠിക്കാൻ പോവാന്ന് നീ പറഞ്ഞപ്പോ എനിക്ക് എന്നെ ഷോക്കായി പോയി. അല്ലച്ചാ, ദേവയാനി അച്ഛമ്മ എനിക്കും എന്റെ ക്ലാസ്സിൽ പഠിക്കണ നിലയും തമ്മില് ബെറ്റ് വെച്ചിരിക്കുക. അടുത്ത എക്സാമിൽ ആരാണോ കൂടുതൽ മാർക്ക് മേടിക്കുന്നത് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമെന്നാ പറഞ്ഞത്. ആ നില ഈ സമയത്ത് കാണാപ്പാഠം പഠിക്കുമായിരിക്കും. പേര് പോലെ തന്നെ നില നൈറ്റ് ടൈമിലായിരിക്കും അല്ലേ ആക്റ്റീവ് ആകുന്നത്. അച്ഛാ, ഇയാളോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു. അച്ഛമ്മയുടെ മത്സരത്തിൽ എനിക്ക് ജയിക്കണോ അച്ഛാ? ശരി, അതൊക്കെ ജയിക്കും നീ. രാത്രി പഠിക്കുന്നതിൽ നല്ലത് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന എല്ലാം മെമ്മറിയിൽ നിൽക്കും. അതുകൊണ്ട് ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുക. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം. സത്യാണോ അച്ഛാ? അതേടാ. അപ്പൊ ശരി, 2 ഇഡ്ഡലി വേണ്ട, 8 ഇഡ്ഡലി വേണം അച്ഛാ എനിക്ക്. അയ്യോ, തിരക്കില് എണ്ണ
വണ്ണം കുറഞ്ഞു പോണ്ട. വയറ് നിറച്ച് കഴിച്ചിട്ട് കിടന്ന് ആ ഉറങ്ങണം. കഴിക്കും കഴിക്കും. ഇതെന്താ വയറോ അതോ ടിപ്പർ ലോറിയോ? ആ കയറി വാ. മാമാ എന്താ മാമ, സമയം 9 മണിയായല്ലോ. എന്താ ഈ സമയത്ത്? അത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? അത് പിന്നെ വിക്രം ഞാൻ അവരോട് വരാൻ പറഞ്ഞത്. ആ, നമ്മുടെ ശ്രീപെരുമ്പത്തൂർ പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരോട് വരാൻ പറഞ്ഞത്. ഓ അതിനാണോ അമ്മേ? ശരി, ഡാ വാ പോയിട്ട് ഉറങ്ങാം. എന്താ ദേവയാനി, കുറച്ചു മുമ്പല്ലേ തലവേദനയാണെന്ന് പറഞ്ഞത്? ഓഫീസുകാർക്ക് അത്യാവശ്യമാണോ? നാളെ നോക്കിയാ പോരെ? അതൊന്നും സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അല്ല, നീ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ ചേച്ചി കുറച്ച് ഫയൽസിനെ പറ്റി ചോദിച്ചിരുന്നു. അതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നതാ. പോയിക്കോട്ടെ. ആ ചെല്ലു. ഞാനും അങ്ങോട്ട്. ആ. എന്താടാ, കഴിക്കല് കഴിഞ്ഞില്ലേ? വിശന്നിട്ട് പോയാ അതാ. എത്ര എണ്ണടാ കഴിക്കുന്നത്? Sorry. ചെല്ല്, പോയി കഴിക്ക്. ചേച്ചി എന്താ ഉണ്ടായേ? ഫോൺ ചെയ്ത് പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശിവ, നീ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്കിന്ന് ശരിക്കും മനസ്സിലായി. എത്രയും വേഗം നമുക്കതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എന്താ ചേച്ചി പറയുന്നേ? ഞാൻ എന്തു പറഞ്ഞു എന്നാ? ഏത് കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നുമല്ല, എന്റെ മോന്റെ ജീവിതം താറുമാറാക്കിയ ആ വഞ്ചകി വിജയെ കണ്ട കാര്യം നീ പറഞ്ഞിരുന്നില്ലേ? ആ അതെ ചേച്ചി. നീ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി. എന്താ ചേച്ചി? അപ്പോ ഞാൻ അന്ന് പറഞ്ഞ ചേച്ചി വിശ്വസിച്ചില്ലായിരുന്നു? ഞാൻ കള്ളം പറഞ്ഞാണെന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും അല്ല ശിവ. അന്ന് നീ പറയുമ്പോ പോലും അവൾ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് വ്യക്തമായി. അന്നത് വിശ്വസിക്കാതെ ഇപ്പൊ ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താ കാരണം? ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾ അവളെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും? എന്താ ചേച്ചി പറയുന്നേ? വേറെ ആരാ അവളെ കണ്ടത്? വേറെ ആരുമല്ല, വിക്രം തന്നെ അവളെ കണ്ടത്. അവൻ ഏതോ ഒരു അമ്പലത്തിൽ പോയതായിരുന്നു. അവിടെ വെച്ചാ അവനവളെ കണ്ടത്. ഓ, ഭാഗ്യത്തിന് അവൾക്കവനെ കാണാൻ പറ്റിയില്ല. വിക്രം മാത്രമാണ് അവളെ കണ്ടത്.